പ്രായപൂർത്തിയാകാത്ത നമ്മുടെ പെൺമക്കൾ സമൂഹമാധ്യമങ്ങളിലൂടെ ചതിക്കുഴികളിൽ വീണതിന്റെ റിപ്പോർട്ടുകൾ ആണ് നേരത്തെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. എന്നാൽ ഇൻസ്റ്റഗ്രാമിലൂടെയുള്ള പരിചയം ഒടുവിൽ കൊലപാതകത്തിൽ എത്തിയ സംഭവമായിരുന്നു കഠിനംകുളത്ത് ഉണ്ടായത്. പ്രതി ജോൺസന്റെ ക്രൂരത ഉണ്ടാക്കിയ ഞെട്ടലിൽ നിന്ന് ആ പ്രദേശം ഇതുവരെയും മുക്തമായിട്ടില്ല. കഠിനംകുളത്ത് നടന്നതും നാട്ടുകാരെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു. കാരണം പട്ടാപ്പകൽ എന്ന് തന്നെ പറയണം. രാവിലെ വലിയ രീതിയിൽ ഈ റോഡിലൂടെ ആൾ സഞ്ചാരം ഉണ്ടായിരുന്ന സമയത്താണ് ഈ കൊലപാതകി വീടിനുള്ളിലേക്ക് എത്തിയത്. കഠിനംകുളം വടക്കേ വിളാകം പാടിക്ക വിളാകം ഭരണിക്കാട് ശ്രീ ഭഗവതി ക്ഷേത്രം, ആ ക്ഷേത്രത്തിലെ പൂജാരിയുടെ ഭാര്യ ആതിരയാണ് കൊല ചെയ്യപ്പെട്ടത്. പൂജാരി ഈ സമയത്ത് അമ്പലത്തിലുണ്ടായിരുന്നു. അമ്പലത്തിന് നേരെ എതിർവശത്താണ് പൂജാരിക്കും കുടുംബത്തിനും താമസിക്കാൻ ക്ഷേത്രം നൽകിയിട്ടുള്ള, ക്ഷേത്ര ഭരണസമിതി നൽകിയിട്ടുള്ള വീടുള്ളത്. ഈ വീടാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ ഉള്ളത്. ഈ വീട്ടിനുള്ളിലാണ് കൊലപാതകം നടന്നത്. ചുറ്റും ആൾപ്പാർപ്പുള്ള ആൾതാമസമുള്ള സ്ഥലമാണ്. വീടുകളും അതുപോലെ തന്നെ കടകളും, ഇതിനോട് ചേർന്ന് കടകളുണ്ട്. ക്ഷേത്രം പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ അവിടെയും ക്ഷേത്രം തോന്നിയിരിക്കുന്ന സമയത്തൊക്കെ അവിടെയും വലിയ തിരക്കുണ്ടാകും. അങ്ങനെ ആ തിരക്കുള്ള സമയത്താണ് രാവിലെ ഈ പ്രതി ഈ വീട്ടിനുള്ളിലേക്ക് കയറിയത്. ആതിരയെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഈ വഴിയിലൂടെ ആകാം, ഈ മുൻവശത്ത് ആണ് ആതിരെങ്കിലും ഈ പിൻവശത്തുള്ള ഈ വശത്തുള്ള പിൻവശത്തോട് എത്തിയ ശേഷമാകും പ്രതി അകത്തേക്ക് കയറിയത്. ജോൺസൺ ഔസേപ്പ് എന്ന പ്രതിയാണ്. റീലുകളിലൂടെ ആതിര പരിചയപ്പെട്ടയാളാണ് ജോൺസൺ ഔസേപ്പ്. പിന്നീട് തനിക്കൊപ്പം ജീവിക്കണമെന്ന ആവശ്യവുമായി ഈ ജോൺസൺ ഔസേപ്പ് ഈ വാതിൽ വഴിയാകാം ഒരുപക്ഷെ ഇയാൾ അകത്തേക്ക് കയറിയതെന്ന് കരുതുന്നു. ഈ വാതിൽ വഴിയാണ് അയാൾ അകത്ത് കയറിയത്. അതായത് ഈ പ്രധാന റോഡിലൂടെ വന്ന് ഈ ഇടവഴിയിലൂടെ പിൻവാതിലെത്തി അകത്ത് കയറി ആതിര അയാൾക്ക് ചായയിട്ട് നൽകി. പിന്നെ ഏറെ നേരം അയാൾ അവിടെ ചിലവഴിച്ചു. അതിനൊടുവിലാണ് കത്തി, നേരത്തെ തന്നെ കൊണ്ടുവന്ന കത്തി ഉപയോഗിച്ച് അയാൾ ആതിരയുടെ കഴുത്ത് അറുത്ത് കൊലപ്പെടുത്തിയത്. തീർത്തും ഞെട്ടിപ്പിക്കുന്ന സംഭവം. ആതിര അന്ന് രാവിലെയും ആ ദിവസങ്ങളിലൊക്കെ നാട്ടുകാർ പറഞ്ഞതുപോലെ അന്ന് രാവിലെയും ആതിര മകളെ സ്കൂളിൽ വിടാനായി ഇവിടെ നിന്ന് ബസ്സിൽ കയറ്റി വിട്ടിരുന്നു. അതിനുശേഷമാണ് ആതിര ഏതാണ്ട് 8:30 മണിയോടുകൂടി വീട്ടിനുള്ളിലേക്ക് പോയത്. പക്ഷേ അതിനുശേഷം പിന്നീട് ഈ പൂജാരി ഇവിടെ വീട്ടിലെത്തുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഭാര്യ കൊല ചെയ്യപ്പെട്ട് കിടക്കുന്നു. നേരെ അദ്ദേഹം തൊട്ടടുത്തുള്ള കടയിൽ വന്ന് അവിടെ കടക്കാരനോട് വിവരം പറയുന്നു. അവർ പോലീസിനെ അറിയിച്ച് പരിശോധിക്കുമ്പോഴാണ് ഇങ്ങനെ കൊലപാതകം നടന്ന വിവരം അറിയുന്നത്. ഈ പ്രതി നേരത്തെ കുറേ മാസങ്ങളായി ഈ പെരുമാതുറയ്ക്കടുത്തുള്ള സ്ഥലമാണ്. പെരുമാതുറ ഭാഗത്തെ ഒരു കെട്ടിടത്തിൽ താമസിക്കുകയായിരുന്നു. ആതിരയെ പലപ്പോഴും ഇവിടെ കാണാൻ വന്നിട്ടുണ്ട്. ആതിരയിൽ നിന്ന് വലിയ തുക പലപ്പോഴായി വാങ്ങിയതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഏതായാലും റീൽസ് വഴി പരിചയപ്പെടുന്നു. അതിനുശേഷം തനിക്കൊപ്പം ജീവിക്കണമെന്ന അഭ്യർത്ഥന ആതിരയോട് വെക്കുന്നു. ആതിര തയ്യാറാകാതെ വന്നതോടുകൂടിയാണ് പ്രതി ഈ രീതിയിൽ കൊലപ്പെടുത്താൻ തയ്യാറാകുന്നത്. ആതിരയുടെ ഭർത്താവിന് വിവരം നേരത്തെ അറിയാമായിരുന്നു. ഇയാൾ ആതിരയെ ശല്യം ചെയ്തതും അല്ലെങ്കിൽ ആതിരയെ ഇയാൾക്കൊപ്പം വരാൻ നിർബന്ധിക്കുന്നതുമൊക്കെ അറിയാമായിരുന്നു. ആതിര പോകില്ലെന്ന് തീർത്തു പറഞ്ഞതാണ് ഇത്തരമൊരു പകയിലേക്ക് എത്തിക്കുകയും കൊലപാതകം നടത്തുകയും ചെയ്തു. പിന്നീട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട കോട്ടയത്തേക്ക് പോയ പ്രതിയെ കോട്ടയം ചിങ്ങവനത്ത് അയാൾ നേരത്തെ ജോലി ചെയ്തിരുന്ന ഹോം നഴ്സായി ജോലി ചെയ്തിരുന്ന വീട്ടിലെ പെൺകുട്ടിയുടെ ബുദ്ധിപൂർവ്വ ഇടപെടലിൽ വിവരം പോലീസിനെ അറിയിക്കുകയും അവിടെ നിന്ന് കസ്റ്റഡി എടുത്ത് കൊണ്ടുവരികയുമായിരുന്നു. പിന്നീട് പ്രതി എലിവിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. പോലീസ് ദിവസങ്ങളോളം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇയാൾ ചികിത്സയിലായിരുന്നു. അവിടെ നിന്ന് ആരോഗ്യനില ഭേദമായപ്പോഴാണ് പോലീസ് ഇയാളെ കസ്റ്റഡി എടുത്ത് കൊണ്ടുവന്നത്. ചിറയൻകീഴ് ഇവിടെ നിന്ന് അയാൾ രക്ഷപ്പെടുമ്പോൾ ആതിരയുടെ സ്കൂട്ടറുമായാണ് രക്ഷപ്പെട്ടത്. ആ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ സ്കൂട്ടർ വച്ച ശേഷമാണ് അവിടെ നിന്ന് ട്രെയിനിൽ കയറി രക്ഷപ്പെട്ടത്. സ്കൂട്ടറും അവിടെ ഉപേക്ഷിച്ച വസ്ത്രങ്ങളുമൊക്കെ, അതായത് ഇവിടെ നിന്ന് ഈ ചോരപുരണ്ട വസ്ത്രങ്ങളൊക്കെ ഇവിടെ ഇട്ട് മറ്റൊരു ഷർട്ടുമായി കേട്ടാണ് അയാൾ ഇവിടെ നിന്ന് പോയ വസ്ത്രങ്ങളൊക്കെ അവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ പ്രതി റിമാൻഡിലാണ്. തിങ്കളാഴ്ച ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുത്ത് ഇവിടെ ഈ കൊലപാതകം വീട്ടിൽ അടക്കം എത്തിച്ച് തെളിവെടുക്കും. പ്രണയപ്പകയെന്ന് വേണമെങ്കിൽ പറയാവുന്നത്. പ്രണയപ്പകയെന്ന് പറയുമ്പോഴും ആതിര അയാളൊപ്പം പോകാൻ തയ്യാറായിരുന്നില്ല, അയാൾക്കൊപ്പം ജീവിക്കാൻ തയ്യാറായിരുന്നില്ല, ഭർത്താവിനെയും കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകാൻ തയ്യാറാകാത്തതിന്റെ പകയാണ് ഇത്തരമൊരു ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ചത്. പട്ടാപ്പകൽ പോലും ഈ ഇങ്ങനെ തിരക്കുള്ള ഒരു സ്ഥലത്ത്, ആൾപ്പാർപ്പുള്ള സ്ഥലത്ത് ഈ വീട്ടിനുള്ളിൽ കടന്നു കയറി ഒരു യുവതിയെ കൊലപ്പെടുത്തുക, അവിടെ രക്ഷപ്പെടുക എന്ന് തുടങ്ങി വളരെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമായിരുന്നു ആതിരയുടേതും. അതിന്റെ ഞെട്ടലിൽ ഇപ്പോഴും ഈ ഗ്രാമം, ഈ സ്ഥലം പൂർണ്ണമായും മാറിയിട്ടില്ല.
യെസ്, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത വി അരുൺ തന്നെയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അരുൺ, ഈ റിപ്പോർട്ടിന് തൊട്ടു മുമ്പ് നമ്മൾ 2 വാർത്തകൾ നൽകിയിരുന്നു. അതിലൊന്ന് ചോറ്റാനിക്കരയിൽ നിന്നുള്ള വാർത്തയായിരുന്നു. അവിടെ 19 വയസ്സുള്ള ഒരു പോക്സോ അതിജീവിത, ആ പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ചിലരുമായി പരിചയത്തിലെത്തുന്നു. അങ്ങനെയാണ് ആ പെൺകുട്ടി പീഡനത്തിനിരയായത്. പിന്നീട് മറ്റൊരു സൗഹൃദം, ആ സൗഹൃദത്തിലുള്ള ആൾ ആണ് കൊല നിർവഹിച്ചത് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട്. അവിടെ 13 വയസ്സുള്ള ഒരു പെൺകുട്ടി 5 വർഷമായി പീഡനത്തിനിരയായി. അവിടെയും അച്ഛൻ്റെ മൊബൈലിലൂടെയാണ് ഒരു യുവാവിനെ പരിചയപ്പെട്ടത്. ആ യുവാവിൽ നിന്നാണ് പീഡനം ആരംഭിക്കുന്നത്. അത് 60 പേരിലേക്ക് എത്തി നിന്നു 18ാമത്തെ വയസ്സിൽ എന്നുള്ളതാണ്. പക്ഷേ ഇത് വ്യത്യസ്തമാണ്. ഇവിടെ ഒരു പ്രായപൂർത്തിയായ സ്ത്രീയാണ്, കുട്ടികളുടെ അമ്മയാണ് ഇത്തരത്തിൽ സൗഹൃദത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടത്. എത്രത്തോളം നടുക്കുന്ന ഒരു സംഭവം ആയിരുന്നു. അതും സമൂഹ മാധ്യമം തന്നെയാണല്ലോ വില്ലനായി മാറിയത്. തീർച്ചയായിട്ടും അഭിലാഷ്, സമൂഹമാധ്യമം തന്നെ വില്ലനായി, സമൂഹമാധ്യമങ്ങളെ വില്ലനായും അല്ലെങ്കിൽ സുഹൃത്തായും ഒക്കെ ഉപയോഗിക്കാൻ കഴിയും. അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഓരോരുത്തരും ഏത് രീതിയിൽ ഉപയോഗിക്കുന്നത് ഏറ്റവും പ്രധാനം. ഇവിടെ പ്രണയം ഒരു പ്രധാന ഘടകമാണ്. പ്രണയ പക തന്നെയാണ് ഇവിടെ ഈ ആതിരയുടെ കൊലപാതകത്തിലും നയിച്ചത്. റീൽസ് വഴി പരിചയപ്പെടുന്നു, അത് പിന്നീട് സൗഹൃദമായി മാറുന്നു, സൗഹൃദം പ്രണയത്തിന് വഴി മാറുന്നു, വളരെ അടുത്ത ബന്ധമായി ഇവരുടേത് മാറുന്നു, അത് സാമ്പത്തിക ഇടപാടിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കുന്നു. അങ്ങനെ ഒരു ബന്ധത്തിനൊടുവിലാണ് ആതിരയ്ക്ക് ഇങ്ങനെ ക്രൂരമായൊരു വിധി ഉണ്ടാകുന്നത്, ക്രൂരമായ കൊലപാതകത്തിന് ഇരയാകേണ്ടി വരുന്നത്. ഈ പ്രതി ജോൺസൺ കുറെ നാളുകളായി ആതിരയെ ഒപ്പം ചെല്ലാൻ, തനിക്കൊപ്പം ജീവിക്കാൻ, ഭർത്താവിനെയും മകളെ ഉപേക്ഷിച്ച് തനിക്കൊപ്പം ഇറങ്ങി വരാൻ നിർബന്ധിക്കുമായിരുന്നു. പക്ഷേ ആതിര ഇയാളുടെ ബന്ധം നിലർത്തുമ്പോൾ തന്നെ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല, കുട്ടിയെ ഉപേക്ഷിച്ച് പോകാൻ കഴിയുന്ന നിലപാട് സ്വീകരിച്ചു. അതാണ് പകയിലേക്ക്, ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഏറെ ആൾത്തിരക്കുള്ള ഒരു സ്ഥലത്ത്, വീടിന്റെ ഒരു റോഡിനോട് ചേർന്ന വീട് തന്നെയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഇന്നലെ അവിടെ പോയിരുന്നു. ആ ദൃശ്യം വളരെ കൃത്യമാണ്. എങ്ങനെ അതിനകത്ത് കയറിപ്പറ്റി ഇത്ര ഒരു കൊലപാതകം ചെയ്ത് മടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഈ ആൾപ്പാർക്കുള്ള സ്ഥലത്ത് ഇത്രയധികം തിരക്കുള്ള സമയത്ത് ഒരു കൊലപാതകം നടത്തുന്നു. അവിടെ നിന്ന് പ്രതി രക്ഷപ്പെടുന്നു. ഇതിന് തൊട്ട് എതിർവശത്തുള്ള ക്ഷേത്രത്തിലാണ്, അമ്പലത്തിലാണ് ഈ ആതിരയുടെ ഭർത്താവ് രാജീവ് ശാന്തിയായി ജോലി ചെയ്യുന്നത്. അയാൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ആതിര രാജീവിന് ഭക്ഷണം നൽകി തിരിച്ചു വന്നാണ് ഇയാൾക്ക് ചായ ഇട്ട് നൽകുന്നു, പിന്നീട് ഇയാൾക്കൊപ്പം സമയം ചെലവഴിക്കുന്നതുമൊക്കെ. ഏതായാലും അങ്ങനെ ഇത്രയധികം ആൾപ്പാർക്കുള്ള സമയത്ത് ശബ്ദം പോലും പുറത്തു കേൾക്കാനാകാത്ത വിധം അതിക്രൂരമായൊരു കൊലപാതകമാണ് അവിടെ നടന്നത്. അതിന്റെ ഞെട്ടലിൽ ആ ഗ്രാമം, ആ പ്രദേശം ഇപ്പോഴും അതേപടി ഉണ്ട്. ആളുകൾ ആ വീടിപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. രാജീവും മകളും മറ്റെവിടെയോ ആണ്, അവരുടെ വീട്ടിലെവിടെയോ ആണ്. ആ നാട് അതിന് വല്ലാത്ത ഞെട്ടലിലാണ്. ഈ പ്രതിയെ പോലീസ് ആറ്റിങ്ങൽ കോടതിയിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. നാളെ ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട്. നാളെ ഒരുപക്ഷെ ഇയാളെ കസ്റ്റഡിയിൽ പോലീസ് ലഭിക്കും, അവിടെ തെളിവെടുക്കും. ഇയാൾ പറഞ്ഞ നമ്മൾ ഇപ്പോൾ ഉൾപ്പെടുന്നതിനപ്പുറത്തെ കഥകൾ വല്ലതിന് പിന്നിലുണ്ടോ, സാമ്പത്തിക ഇടപാടിനപ്പുറത്തേക്കുണ്ടോ, ഇയാൾ പോലീസ് നൽകിയ മൊഴികളൊക്കെ ശരിയാണെന്ന കാര്യത്തിലൊക്കെ ഇനിയും നിർണായകമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇയാളെ നേരത്തെ താമസിച്ചിരുന്ന പെരുമാതുരയുടെ കെട്ടിടത്തിലെത്തിച്ച് പോലീസ് തെളിവെടുത്തിരുന്നു. അവിടെയുള്ള ആളുകൾ, അവിടെ ഇയാൾ കുറച്ചു നാൾ ഹാർബറിൽ ജോലിക്ക് പോയിരുന്ന അവിടെ ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ വീട്ടിലും സ്ഥിരം അയാൾ വന്നുപോകുമായിരുന്നു, ഈ പാടിക്ക വളാകത്തെ വീട്ടിലും ഇയാൾ സ്ഥിരം വന്നുപോകുമായിരുന്നു എന്നാണ് ഇയാൾ പോലീസ് മൊഴി നൽകിയിരുന്നത്. അവിടുത്തെ ആൾക്കാർ സ്വാഭാവികമായി തിരിച്ചറിയണം. അങ്ങനെ അത്ര പെട്ടെന്ന് ആർക്കും കണ്ടുപിടിച്ച് കയറിപ്പോകാൻ പറ്റുന്നൊരു വീടല്ല അത്. കാരണം വളരെ തുറന്ന ഒരു സ്ഥലമാണ്, റോഡിനോട് ചേർന്ന വീടാണ്. അവിടെ എങ്ങനെ ഇയാൾ കടന്നു കയറി എന്ന കാര്യത്തിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും നാളെ തെളിവെടുക്കുമ്പോൾ അതിൽ കൂടുതൽ വിവരങ്ങൾ വരും. ആതിരയെപ്പറ്റി വളരെ നല്ല അഭിപ്രായമായിരുന്നു ആ നാട്ടുകാർക്കുള്ളത്. എല്ലാവരോടും ചിരിച്ചുകൊണ്ട് ഇടപെടുന്ന ഒരു പെൺകുട്ടി, അവൾക്ക് എങ്ങനെ ഈ അവസ്ഥ വന്നു എന്ന കാര്യത്തിൽ നാട്ടുകാർക്ക് അതിശയമുണ്ട്. പക്ഷേ ഇയാളുമായുള്ള ഈ ജോസഫുമായുള്ള ഇയാളുമായുള്ള ബന്ധമൊക്കെ നേരത്തെ ഈ രാജീവിന് അറിയാമായിരുന്നു. രാജീവിന് പലപ്പോഴും ഈ ബന്ധം ശരിയല്ല എന്ന് പറഞ്ഞ് വിലക്കിയിരുന്നു എന്നൊക്കെ പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഏതായാലും പ്രണയം തന്നെയാണ് അവിടെയും വില്ലനായത്. പ്രണയവും സാമൂഹ്യ മാധ്യമങ്ങളുമൊക്കെ എങ്ങനെ ഒരു ജീവിതങ്ങളിലും മാറ്റങ്ങൾ വരുത്തുന്ന തെളിവായി കൂടി ഇതിനെ കാണണം. വിശ്വസിച്ച് പരിചയപ്പെട്ട് കൂടുതൽ അടുത്ത് പ്രണയത്തിലേക്ക് മാറിയ ഒരു യുവാവാണ് ഒടുവിൽ ആതിര എന്ന യുവതിയുടെ ഈ ജീവിതത്തിന് അവസാനത്തിന് കാരണമായി മാറിയത്. തീർച്ചയായും അരുൺ സൂചിപ്പിച്ചതുപോലെ സമൂഹ മാധ്യമവും പ്രണയവുമെല്ലാം വില്ലനായപ്പോഴാണ് ആതിരയ്ക്ക് ജീവൻ നഷ്ടമായത്. പക്ഷേ ആതിരയുടെ കുടുംബാംഗങ്ങൾ, ഭർത്താവ് രാജീവൻ, മക്കൾ, അവർക്ക് ഇനിയും ഈ സമൂഹത്തിൽ ജീവിക്കേണ്ട സാഹചര്യമുണ്ട്. അവരെ സമൂഹം ഏത് കണ്ണുകളോടുകൂടിയായിരിക്കും നോക്കിക്കാണുക എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഇടവേള കൂടി.